ഷീജ എന്തായിരുന്നു ഇവിടെ കുറച്ചു നേരം അടിച്ചു പൊളിച്ചു. ശരിക്കും ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. കൈയടിക്കൂ. ശരിക്കും ഒരു ട്രൂ പെർഫോമറിന്റെ ലക്ഷണമാണ് ഇങ്ങനെ മ്യൂസിഷ്യൻസിന്റെ അടുത്ത് പോവാ, ഇന്ററാക്ട് ചെയ്യാ. സജീവൻ ചേട്ടാ അടിച്ചു പൊളിച്ചൂലോ. ഇങ്ങനെ ഇരിക്കണാണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ചില്ല ഇതൊക്കെ കയ്യിലുണ്ട് ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണാണ്ടപ്പോ. എന്തായാലും ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. ഒരു ഡോൾ ഇങ്ങനെ കിടന്ന് ഓടണ വരെ ഉണ്ടായിരുന്നു, ഒരു ഉടുപ്പിട്ടിട്ട് സ്റ്റേജിൽ ഇങ്ങനെ. വെരി നൈസ്. എന്തായാലും നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ചിത്രേച്ചി. ജോത്സ്ന പറഞ്ഞ 100% കറക്റ്റ്. ഞങ്ങളും അത് തന്നെ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കീ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഓടി നടന്ന് പാടുന്നൊരു പാവയില്ലേ, അതുമാതിരി ഉണ്ടായിരുന്നു. ഷീജ നന്നായിട്ട് പാടി കേട്ടോ. എസ്പെഷ്യലി ആ ബേസ് പോർഷൻ വരുന്നില്ലേ, അതൊക്കെ നല്ലതായിരുന്നു. തുടക്കത്തിലത്തെ ജൂം ബാബ കഴിഞ്ഞിട്ട് ഹമ്മിങ് അതൊക്കെ നന്നായിട്ട് വന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് കുറച്ച് പ്രശ്നങ്ങൾ തുടങ്ങി. റെഗുലർ പല്ലവി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്കൊണ്ട് മോള് ചെറുതായിട്ടൊന്നും ഇങ്ങനെ മൂവ് ചെയ്തില്ലേ, ആ സമയത്ത് മുതലാണ് ആ ഭാഗം വരുമ്പോൾ ഷേക്ക് ആവാൻ തുടങ്ങി വോയിസ്. ആ സ്ഥലത്ത് ആ സംഗതി എൻ്റെത്തെ ആ ഒരു അതും പിന്നെ ഒരു സ്ഥലത്തും അത് ക്ലീനായിട്ട് വീണിട്ടില്ല. വന്നു, പക്ഷെ അത് നല്ല ക്ലീനായിട്ട് ഡെഫിനറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചരണം, 2 ചരണത്തിൻ്റെയും ഫസ്റ്റ് ലൈൻ, സ്റ്റാർട്ടിങ് ലൈന് ഫ്ലാറ്റായിരുന്നു. ആ ഡാൻസ് എന്ന് വരൂലേ, ഡാൻസ് അത് ആ പോർഷൻ ശ്രുതിയിലായിരുന്നില്ല കേട്ടോ. 2 ചരണത്തിലും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ അത്രയും തോന്നില്ല, വേറെ കുഴപ്പമൊന്നും തോന്നിയില്ല. ഓയുടെ ക്ലാരിറ്റി കുറച്ചിട്ട് വരണമായിരുന്നു എന്ന് തോന്നി. ബാക്കി നന്നായിട്ട് ചെയ്തു, കുഴപ്പമില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജെൻസേച്ചി. ഷീജ ചേച്ചി, ആദ്യത്തെ ബാക്ക്ഗ്രൗണ്ടിൽ ആ കളിച്ച ഡാൻസ് പിന്നെ കണ്ടില്ലല്ലോ. രണ്ടാമതായപ്പോൾ മറന്നുപോയോ? കളിച്ചോ? ആദ്യത്തെ പക്ഷെ നന്നായിരുന്നു ഡാൻസ്. ചിത്ര പറഞ്ഞ മാതിരി ആദ്യത്തെ സംഗതി വളരെ ക്ലീനായിട്ട് വന്നു. പിന്നെ നല്ല എനർജി ലെവല് വളരെ നന്നായിരുന്നു. നല്ല എനർജി ആയിട്ട് പാടി. പിന്നെന്താ, കുഴപ്പമില്ല, നന്നായിട്ട് പാടി. താങ്ക് യു. ജാസേട്ടാ. എന്താണ് ഷീജ ഇത്? കുട്ടി ഫ്രോക്ക് എന്താ ഇതിന്റെ പേര്? എന്താണിത്? എന്താ ഇത്? മാക്സി ഏതോ ഫ്രോക്ക്? എന്താണ് എന്താ ഫ്രോക്ക്? ഞാൻ ചേച്ചിയോട് ചോദിക്കായിരുന്നു ഈ പാട്ടിന്റെ സിറ്റുവേഷനിൽ ഇങ്ങനെ എന്തെങ്കിലും ഡ്രസ്സാണോ? ജസ്റ്റ് അതെ. നമ്മള് ബേസ് പാടുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒന്നിൽ മൈക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കണം, ഇല്ലെങ്കിൽ ഇച്ചിരി കൂടെ വോളിയം ആയിട്ട് പിടിക്കണം, വോളിയം കൂട്ടി പാടണം. പിന്നെ ശ്രുതിയുടെ പ്രോബ്ലം ആകെ മൊത്തം ഉണ്ടായിരുന്നു. ഈ ഡ്രം സോളോ ഈ ഒറിജിനൽ ഇതിനകത്തുള്ളതാണോ? ആണോ? അത് ഞാൻ കണ്ട് കറക്റ്റ് അത്രയും കണക്കൊക്കെ എണ്ണി കറക്റ്റ് സമയത്ത് കയറി. അതൊക്കെ ഒരു നല്ല ആറ്റിറ്റ്യൂഡിൻ്റെ ലക്ഷണമാണ്. നന്നായിട്ടുണ്ട് അതൊക്കെ. പിന്നെ ബേസിക് ഈ പിച്ചിങ്, ഒത്തിരി പിച്ചിങ്ങിൻ്റെ പ്രോബ്ലംസ് അവിടെ ഉണ്ട്. പിന്നെ പ്രൊണൗൺസിയേഷൻ, ഡാൻസ് എന്നുള്ളതും പിന്നെ വേറെ എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ കുറച്ച് പ്രൊണൗൺസിയേഷൻ്റെ പ്രശ്നമുണ്ട്. ബാക്കി വോയിസ് ഓക്കെയാണ്, വോയിസ് നല്ലതാണ്. പക്ഷേ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് പാടിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഓഡിബിളായിട്ട് കേൾക്കാൻ തോന്നുമായിരുന്നു. എനിക്ക് സത്യത്തിൽ കുഴപ്പമില്ല തോന്നി. താങ്ക് യു. അപ്പോൾ ഷീജയുടെ മാർക്സ് എത്ര ജഡ്ജസ് നൽകിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ചേച്ചി, ഔട്ട് ഓഫ് 40? 29 ഔട്ട് ഓഫ് 40. ജാസേട്ടാ? 20 ഔട്ട് ഓഫ് 30. ജെൻസിച്ചി 19 ഔട്ട് ഓഫ് 30. ഷീജയ്ക്ക് ഹിന്ദി ഓൾഡ് സോങ് റൗണ്ടിൽ ജഡ്ജസ് നൽകിയിരിക്കുന്നത് 68 മാർക്സ്. താങ്ക് യു.